മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മള് കുറച്ചായി ഇപ്പൊ ക്ലാസ് വന്നിട്ട് നിങ്ങൾ എക്സാം കാരണം കുറച്ച് ലാഗായി. എന്തായാലും പഴയതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. S6 SD2 ആണ് ഇപ്പൊ നോക്കണത്. ഇതിന്റെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീരെ കണക്ഷൻ കിട്ടാതെ കണക്ഷൻ വിട്ടു പോരുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, നോട്ടൊക്കെ കംപ്ലീറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പം ഒരു ഓഫ്ലൈൻ ക്ലാസ് വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യണ്ട, ഓൺലൈൻ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. സിറ്റുവേഷൻസ് അങ്ങനെയാണ് പോണത്. അപ്പം കുറേശ്ശെ ഒരു ദിവസം 2 ക്ലാസ് വെച്ചാണ് ഇപ്പൊ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 2 സബ്ജക്റ്റ് എടുക്കുന്നുള്ളൂ. അത് മാക്സിമം ആ ടൈമിൽ തന്നെ കവർ ചെയ്ത് അറ്റ്ലീസ്റ്റ് സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ബൈഹാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞില്ല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി വെറുതെ വേഗമായിട്ട് എന്തെങ്കിലും ഒരു നോട്ട് എഴുതി പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയെങ്കിലും ചെയ്യണം. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യണത് എങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പോ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മളിപ്പോ സെക്കൻഡ് മൊഡ്യൂളിൽ 2 മേജർ പാർട്ടാണുള്ളത്. ഒന്ന് കംപ്രഷൻ മെമ്പേഴ്സ്, ഒന്ന് ടെൻഷൻ മെമ്പേഴ്സ്. ടെൻഷൻ മെമ്പേഴ്സിന്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കഴിഞ്ഞതാണ്. ടെൻഷൻ മെമ്പേഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് ഒരു മെമ്പർ തന്നിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയാണ് ഒരു മെത്തേഡ്, ഒരു ടൈപ്പ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ആണ്. നമുക്കൊരു ലോഡ് തന്നിട്ടുണ്ട്, ആ ലോഡ് താങ്ങാൻ വേണ്ടി ഒരു മെമ്പർ ഡിസൈൻ ചെയ്യണം. ഒരു ടെൻസൈൽ മെമ്പർ, ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത് ഡിസൈൻ പ്രൊസീജിയർ ആണ് അടുത്തത്. പിന്നെ അതിൽ ചെറിയ പോർഷൻസ്, ലെഗ് ആംഗിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് കംപ്രഷൻ മെമ്പേഴ്സ് വരുമ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ, ഒരു കംപ്രഷൻ മെമ്പറിന്റെ സെയിം കേസ് തന്നെ ഒരു കംപ്രസീവ് മെമ്പർ ഉണ്ട്, അതിന്റെ സ്ട്രെങ്ത് എങ്ങനെ അല്ലെങ്കിൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് ഡിസൈൻ ഓഫ് കംപ്രഷൻ മെമ്പർ ആണ്. ഒരു മെമ്പർ എങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ആംഗിൾ സ്ട്രക്റ്റിന്റെ ഡിസൈൻ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംഗിൾ ആംഗിൾ സ്ട്രക്റ്റിന്റെ ഡിസൈൻ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കംപ്രഷൻ മെമ്പേഴ്സിന്റെ ഡിസൈൻ ആണ് ഒന്നുകൂടി സിമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പുകൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലോഡ് തന്നിട്ടുണ്ടാവും, ഇത്ര ലോഡ് എടുക്കാൻ, അല്ലെങ്കിൽ എൻ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, കോളത്തിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ടാവും. നമ്മളെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതിന്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. ഇത് ഏത് സെക്ഷന് കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ആംഗിൾ സെക്ഷൻ കൊടുക്കാം, ചാനൽ സെക്ഷൻ കൊടുക്കാം, ഐ സെക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അതിൽ ഏത് മെമ്പർ ചൂസ് ചെയ്യണം. നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് നമുക്ക് അറിയാം അല്ലെ, ഒരുപാട് ക്രോസ് സെക്ഷൻസ് നമുക്ക് അറിയാം സ്റ്റീൽ ടേബിളിൽ നിന്ന്. അപ്പൊ അതിൽ ഏത് പിക്ക് ചെയ്യണം, അതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പൊ അതിൽ പിക്ക് ചെയ്യുമ്പോൾ പിക്ക് ചെയ്ത മെമ്പർ നമ്മളെ ലോഡ് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യണം. ഡിസൈൻ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കും, നമുക്ക് തന്ന ലോഡ് അത് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ലോഡ് തന്നിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഫാക്ടേർഡ് ലോഡ്. ഫാക്ടേർഡ് ലോഡ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഫാക്ടേർഡ് ആക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫാക്ടേർഡ് ലോഡ് ആക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു FCD, ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെസ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ യൂഷ്വലി നമ്മൾ തമ്പ് റൂൾ ആയിട്ട് എടുക്കുന്നത് റോൾഡ് ഐ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ 135 ആണ് FCD അസ്യൂം ചെയ്യേണ്ടത്. ആംഗിൾ സെക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രട്സ് എന്ന് പറയുന്നത് ആംഗിൾ സെക്ഷൻ 90 ആണ് അസ്യൂം ചെയ്യുക. ഇനി ഹെവി ലോഡ്സ് വരുമ്പോൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ബിൽറ്റ് അപ്പ് മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ 200 ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മൾ FCD അസ്യൂം ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുക. നമുക്കറിയാം നമ്മൾ ഒരു ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഏരിയ ഇൻറ്റു FCD അല്ലേ. സോ ഏരിയ വിൽ ബി ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ FCD. ഇപ്പോ അങ്ങനെ നമുക്കൊരു ഏരിയ കിട്ടും. ആ ഏരിയയെക്കാളും കൂടുതലുള്ള ഒരു ഏരിയ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. സെലക്ട് സെക്ഷൻ ഹാവിംഗ് ഗ്രോസ് ഏരിയ ഗ്രേറ്റർ ദാൻ ദ കാൽക്കുലേറ്റഡ് ഏരിയ. ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും കുറച്ച് ഹയർ ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫർ സൈഡ് ആവും. നമ്മളെ കിട്ടിയ കാൽക്കുലേറ്റഡ് ഏരിയയുടെ തൊട്ടടുത്തുള്ള തന്നെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് നിങ്ങൾ കുറെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ആംഗിൾ സെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം വരില്ല. പക്ഷെ ഐ സെക്ഷൻ ഹെവി ലോഡാണ് വരുന്നതെങ്കിൽ, വലിയ ഹെവി ലോഡ്, അതായത് 1000 kN, 6000 അല്ലെങ്കിൽ 600 സംതിങ്, ഒരു 500 അബോവ് റേഞ്ചിലുള്ള
കിലോ ന്യൂട്ടൺ ലോഡിനേക്കാൾ റേഞ്ചിലെ ഹെവി ലോഡുകളാണ് ഹൈ സെക്ഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഒരു ഏരിയ നമുക്ക് കിട്ടിയ ഏരിയനോട് അടുത്തുള്ള ഒരു ഏരിയ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഇവിടെ വരുന്ന ലോഡിനേക്കാളും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും ബെറ്റർ നമ്മൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ ചൂസ് ചെയ്യും. എപ്പോഴും ഒരു 1.4 1.5 റേഞ്ചിൽ, അതായത് നമുക്ക് കിട്ടിയ ഏരിയന്റെ ഒരു 1.5 മടങ്ങ് ഏരിയ ഉള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു 1.30 എങ്കിലും മടങ്ങുള്ള ഒരു ഏരിയ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ സൈഡ്, അല്ലെങ്കിൽ സേഫർ സൈഡ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? സ്ലണ്ടർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക, വാല്യൂ ഓഫ് എഫ് സി ഡി കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. നമ്മൾ ടേബിളിൽ നിന്ന് എഫ് സി ഡി ചൂസ് ചെയ്യുക. ഏരിയ ഇൻറ്റു എഫ് സി ഡി വിൽ ബി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമ്മുടെ ഫാക്ടറി ലോഡിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ ആംഗിൾ സെക്ഷൻ്റെതാണ്. ഇന്ന് ഒരു ഡബിൾ ആംഗിൾ സെക്ഷൻ്റെതും ഒരു ഐ സെക്ഷൻ്റെതും ഒരു ബിൽറ്റപ്പ് സെക്ഷൻ്റെതും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സിമിലർ ആണ്. നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ അതിന് മുന്നേ ഒരു ഏരിയ നമ്മൾ സ്വയം ചൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഒരു സെക്ഷൻ നമ്മൾ സ്വയം ചൂസ് ചെയ്യുന്നത് മാത്രം. ഡിസൈൻ എ ഡബിൾ ആംഗിൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് to carry axial load of 300 kilonewton. The length of the member is 3 meter. The angles are connected to the gusset plate of 10 mm thick using weld. Weld ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ലോഡ് ക്യാരി ചെയ്യേണ്ട ലോഡ് 300 ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡബിൾ ആംഗിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മെമ്പറിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഗിവൺ ഡാറ്റ വർക്കിംഗ് ലോഡ് ഈസ് 300 kilonewton. Length of strut 3 ആണ്. Factored load will be 1.5 into 300, that is 450 kilonewton. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആംഗിളിന്റെ ലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് ലോഡിനെ ഒരു ആംഗിൾ പകുതിയാക്കി എടുക്കണം, എന്നിട്ട് ഒരു ആംഗിൾ ഡിസൈൻ ചെയ്ത് ആ ആംഗിൾ തന്നെ അപ്പുറത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലോഡ് ഓൺ സിംഗിൾ ആംഗിൾ വിൽ ബി 450/2, that is 225. ഇത് നമ്മൾ സെയിം പ്രൊസീജിയർ ആണ്, സിംഗിൾ ആംഗിൾ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. അസ്യൂം എഫ് സി ഡി ഈക്വൽ ടു 90 Newton/mm². ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ടാണ്. എഫക്റ്റീവ് സെക്ഷൻ ഏരിയ റിക്വയർഡ് വിൽ ബി പി ഡി ബൈ എഫ് സി ഡി. പി ഡി ബൈ എഫ് സി ഡി, ദാറ്റ് ഈസ് 225 into 10⁻³ ഡിവൈഡഡ് ബൈ 90 അല്ലെ. ഫാക്ടറി ലോഡ് ഡിവൈഡഡ് ബൈ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എഫ് സി ഡി. അപ്പൊ 2500 mm² ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്നും അതിനേക്കാളും കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള ഒരു ആംഗിൾ സെക്ഷൻ ചൂസ് ചെയ്യാണ്. ISA 130/130/10 mm. എപ്പോഴും ഈക്വൽ ആംഗിൾ സെക്ഷൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കുറച്ചുകൂടി ഈസി ആയി. ഓക്കെ, അതിന്റെ ഏരിയ ഗ്രോസ് ഏരിയ 2506 ആണ്. ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഏറ്റവും നല്ലത് 2800 അല്ലെങ്കിൽ 3000 റേഞ്ചിലുള്ള ഏരിയ ഉള്ള ആംഗിൾസ് ചൂസ് ചെയ്യണം നല്ലത്. ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം ഇത് ചെയ്ത് നോക്കുമ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ആംഗിൾ സെക്ഷനുമാണ്. മാത്രമല്ല ലോഡ് എന്ന് പറയുന്നത് 500-നേക്കാളൊക്കെ താഴെയാണ്, ചെറിയ ലോഡാണ്. ഓക്കെ, മാത്രമല്ല 500 ഇല്ല, നമുക്ക് 225 ഉള്ളൂ ഒരു ആംഗിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിസ്ക് എടുക്കരുത്, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള ആംഗിൾ ചൂസ് ചെയ്യും. ഓക്കെ, സ്ലണ്ടർനെസ് റേഷ്യോ KL/R. K is 0.7 because it is welded connection അല്ലെ. ആംഗിൾ സെക്ഷൻ വെൽഡ് ആകുമ്പോൾ K 0.7 ആണ്. L 3000. R മിനിമം നമ്മളെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നിന്ന് R മിനിമം 40.1 mm എന്ന് കിട്ടിയിട്ടുണ്ട്. സോ KL/R will be equal to 0.7 into 3000 divided by 40.1, that will be 52.36 അല്ലെ. നമുക്കറിയാം എല്ലാ ആംഗിൾ സെക്ഷനും ബക്ലിംഗ് ഗ്ലാസ് C ആണ്. നമ്മുടെ ടേബിൾ 10 IS കോഡ് IS 800 പേജ് 44 ടേബിൾ 10 എന്ന് പറയുന്നത് എല്ലാ ആംഗിൾ സെക്ഷനും ചാനൽ സെക്ഷനും T സെക്ഷനും ഒക്കെ ബക്ലിംഗ് ഗ്ലാസ് സിയിലാണ് വരുന്നത്. സോ നമുക്ക് ഫോർ KL/R 52.37 ആൻഡ് FI 250 നമ്മൾ സാധാ നോർമൽ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. FE 415 ആയിട്ടുള്ള അതിന്റെ yield stress 250 Newton/mm² ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഫ്രം ടേബിൾ 9C ബൈ ഇന്റർപോളേറ്റിംഗ് നമുക്ക് ടേബിൾ 9C ബക്ലിംഗ് ഗ്ലാസ് സിക്ക് 9C ആണ്. അപ്പൊ അതിന് നമുക്ക് കിട്ടേണ്ട KL/R 52.37 ആണ്. അവിടെ 50ക്കും 60ക്കും വാല്യൂ ഉണ്ട്. 50യുടെ വാല്യൂ 183 ആണ്, FCDയുടെ വാല്യൂ 60യുടെ വാല്യൂ 168 ആണ്. അപ്പൊ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇന്റർപോളേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, 179.445 ആണ്. ഓക്കെ, Newton/mm². FCDയുടെ വാല്യൂ കിട്ടി.
So load carrying capacity of the angle section is FCD into area A into FCD. That will be equal to 2506 into 179.445. Okay. ഇവിടെ വേറെ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് സ്ലണ്ടർനെസ് റേഷ്യോ കുറയുന്നതിനനുസരിച്ച് സ്ലണ്ടർനെസ് റേഷ്യോയുടെ വാല്യൂ എത്രത്തോളം കുറയുന്നു അത്രത്തോളം എഫ് സി ഡിയുടെ വാല്യൂ കൂടും. എഫ് സി ഡിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടും. അപ്പൊ ഇവിടെ ഈ ഒരു നമ്മൾ ഏരിയ വളരെ കുറച്ചെടുക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഒന്ന് സ്ലണ്ടർനെസ് റേഷ്യോ കുറവാണ്, കാരണം ലെങ്ത് വളരെ കുറവാണ്. ഓക്കെ, ആകെ 3 മീറ്റർ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ഇത് ഒരു ആംഗിൾ സെക്ഷൻ ആണ്, ലോഡ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തത്. പക്ഷെ എപ്പോഴും സേഫർ സൈഡ് കുറച്ചുകൂടി ഏരിയ കൂടുതലുള്ളത് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2506 into 179.445 that will be equal to 449.69 kilonewton. അപ്പോൾ നമുക്കറിയാം 449.69 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാക്ടറി ലോഡ് 225-നേക്കാളും എത്രയോ കൂടുതലാണ് അല്ലേ. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി is higher than the factored load, so the design is safe അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ആംഗിൾ സെക്ഷൻ ISA 130/130/10 mm പ്രൊവൈഡ് ചെയ്യും. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആക്ച്വലി ഇത് രണ്ട് ആംഗിൾ സെക്ഷനും കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ ഏറ്റവും ബെറ്റർ നമുക്ക് ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്താലും മതി. ഓക്കെ, ഡിസൈൻ ആയതുകൊണ്ട് ഡബിൾ ആംഗിൾ നമ്മളെ ചൂസ് ആണ്. നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല രണ്ട് അൺഈക്വൽ ആംഗിൾ ഉപയോഗിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചോയ്സ് ആണ് രണ്ട് ഈക്വൽ ആംഗിൾ സിമെട്രിക്കൽ ആയിട്ടുള്ള രണ്ട് സിമിലർ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പൊ ഒന്നിൽ വരുന്ന ലോഡ് നമ്മൾ ടോട്ടൽ ലോഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ബൈ 2 ചെയ്ത് ഒന്നിൽ വരുന്ന ലോഡ്, അപ്പൊ അതിൽ ഒരു ആംഗിൾ സെക്ഷൻ ഡിസൈൻ ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടി അല്ലെ, നമ്മൾ 130/130/10 mm എന്നുള്ള രണ്ട് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസൈൻ ഓഫ് സിംഗിൾ ആംഗിൾ ആൻഡ് ഡബിൾ ആംഗിൾ. സിംഗിൾ ആംഗിളിന്റെ ഒരു പ്രോബ്ലം, ഡബിൾ ആംഗിളിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇത് സ്ലൈഡ് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസുകളൊന്നും ഇല്ലല്ലോ, വൺ സൈഡ് ക്ലാസ് ആണ്. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും, അത് സാന്ദർഭികമായിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പൗസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക, കേൾക്കുക. അതുപോലെ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പൗസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു ഹാഫ് ആൻ അവർ ഓൺലൈൻ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 hour ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കും. ഡിസൈൻ ഓഫ് ഐ സെക്ഷൻ. ഇനി ഒരു ഐ സെക്ഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഡിസൈൻ എ സ്റ്റീൽ കോളം യൂസിംഗ് റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ ടു ക്യാരി ആൻ ആക്സിയൽ ലോഡ് ഓഫ് 900 kilonewton. The length of the column is 5 meter with both ends pinned. The yield stress of the material is 250 MPa. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ലോഡ് കുറച്ച് ഹെവിയർ ആണ്, 900 kilonewton ഉണ്ട് അല്ലെ. നേരത്തെ നമുക്ക് ഒരു ആംഗിളിൽ 225 ഉണ്ടായിരുന്നുള്ളൂ, ലോഡ് കുറച്ച് ഹെവിയർ ആണ്. മാത്രമല്ല 5 meter ലെങ്ത് ഉണ്ട്. ഓക്കെ, ബോത്ത് ends pinned ആണ്. അപ്പോൾ K will be 1. ഓക്കെ, അപ്പൊ നമുക്ക് given data നോക്കാം. വർക്കിംഗ് ലോഡ് തന്നിട്ടുണ്ട് 900 ആണ്, ലെങ്ത് ഓഫ് സ്ട്രട്ട് 5 meter. നമ്മളപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കുക അല്ലെ. ഫാക്ടേർഡ് ലോഡ് വിൽ ബി ഈക്വൽ ടു 1.5 into വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ 1.5 into given load. That will be equal to 1350 kilonewton. നമ്മൾ ഐ സെക്ഷൻ ആയതുകൊണ്ട് അസ്യൂം FCD as 135 Newton per mm square. ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു, ഐ സെക്ഷൻ ആകുമ്പോൾ FCD അസ്യൂം ചെയ്യേണ്ടത് 135 Newton per mm square അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിക്വേർഡ് ഏരിയ കണ്ടുപിടിക്കണം. എഫക്റ്റീവ് സെക്ഷൻ ഏരിയ റിക്വേർഡ് ഏരിയ വിൽ ബി ഈക്വൽ ടു PD/FCD. That is 1350 into 10⁻³ divided by 135. That is 10,000 mm square. കുറച്ച് ഹെവിയർ ആയിട്ടുള്ള സെക്ഷൻ ആണ് അല്ലെ. 10,000 mm square ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു സെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യണം. സ്റ്റീൽ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ നമ്മൾ ഹെവിയർ ആയിട്ടുള്ള സെക്ഷൻസ് നോക്കുക. 10,000ന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഒരു 14,000 അല്ലെങ്കിൽ ഒരു ആ ഒരു റേഞ്ചിൽ എടുക്കണം അപ്പോഴും. കാരണം ഇവിടെ ലോഡ് കൂടുതലാണ്, ലെങ്ത്തും കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഫെയിൽ ആവാൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള ഏരിയ, കുറച്ചുകൂടി നമുക്ക് കിട്ടിയ ഏരിയനേക്കാളും ഒരു 1.4 times ഏരിയ ഉള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഫ്രം സ്റ്റീൽ ടേബിൾ ISWB 550 പേജ് നമ്പർ 4 ആണ് സ്റ്റീൽ ടേബിളിൽ അറ്റ് 1125 Newton per meter. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നത് 143.34 centimeter square ആണ്. അതായത് 14334, അതായത് 14,334 mm square വരും.
നമുക്ക് 10,000 ആണ് റിക്വയർഡ്, 14,000 ആണ് എടുക്കുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 14,334. കാരണം ലോഡ് കുറച്ച് ഹെവിയർ ആണ്. അപ്പൊ എപ്പോഴും സേഫർ ആയിട്ട് നമ്മൾ കുറച്ച് ഹെവിയർ ആയിട്ടുള്ളത് കൊടുക്കുക. ഓക്കെ, ഡെപ്ത് ഓഫ് സെക്ഷൻ h ഈക്വൽ ടു 550 mm, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. കാരണം ഐ സെക്ഷൻ ആകുമ്പോൾ നമുക്ക് അറിയാം ടേബിൾ 10ൽ നിന്നും h/bf കണ്ടുപിടിക്കണം, tf കണ്ടുപിടിക്കണം, എന്നിട്ട് ഏതാണ് ബക്ലിംഗ് ക്ലാസ് എന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇപ്പോ 10,000 mm² കിട്ടി, വലിയ ഒരു വാല്യൂ കിട്ടി, അതായത് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് അത്തരം ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അതായത് നമുക്കൊരു 30,000 40,000 mm² ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നിലവിലുള്ള സ്റ്റാൻഡേർഡ് സെക്ഷൻസ് ഉപയോഗിച്ചിട്ട് അത്രയും ലോഡ് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബിൽറ്റപ്പ് സെക്ഷനിലോട്ട് കിടക്കും അല്ലെ. ഒന്നല്ലെങ്കിൽ 2 ഐ സെക്ഷൻ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഐ സെക്ഷന്റെ മുകളിലും താഴെയും കവർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു സൈഡിൽ കവർ പ്ലേറ്റ്. അപ്പൊ അതാണ് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാറുള്ളത്. നമുക്ക് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റോൾഡ് സ്റ്റീൽ സെക്ഷൻ വിത്ത് ആൻഡ് വിത്തൗട്ട് കവർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബിൽറ്റപ്പ് സെക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, okay, അപ്പോൾ depth of section h equal to 550 mm and width of flange equal to bf equal to 250 mm. Thickness of flange tf equal to 17.6 mm. ഇതൊക്കെ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. Thickness of web tw നമുക്ക് ആക്ച്വലി ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയത് മാത്രം, 9.9 mm. Radius of gyration rxx equal to 228.6 mm, ryy equal to 51.1 mm. So minimum radius of gyration will be 51.1 mm. അപ്പൊ ബക്ലിംഗ് ഗ്ലാസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? h/bf ആണ് എടുക്കുന്നത് അല്ലെ. ആ ടേബിൾ നോക്കിയാൽ ടേബിൾ 10 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് h/bf ആണ്. h/bf എന്ന് പറയുമ്പോൾ 550/250 that is 2.2, that is greater than 1.2. സോ ആ ടേബിളിലുള്ള ഫസ്റ്റ് കേസ് ആണ്. ഫസ്റ്റ് കേസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. TF ലെസ് ദാൻ 40 ഉണ്ട്, TF 40ക്കും 100നും അടക്കമുള്ളതുണ്ട്. അപ്പൊ നമ്മളെ കേസ് ഏതാണ്? TF എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 17.6 mm ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോ ടേബിൾ 10 നിന്നും ZZ ആക്സിസിൽ ബക്ലിംഗ് ഗ്ലാസ് എയും YY ആക്സിസിൽ ബക്ലിംഗ് ഗ്ലാസ് ബിയുമാണ് വരും. ഓക്കെ, ഇപ്പൊ രണ്ട് ക്ലാസ് ആയി. ഇനിയിപ്പോ നമ്മൾ രണ്ട് ക്ലാസ്സിലും എന്ത് ചെയ്യണം? ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സ്റ്റെപ്പുകൾ മറക്കരുത്. നമ്മൾ ആദ്യം ഒരു ഏരിയ കണ്ടുപിടിച്ചു, നമ്മൾ ഒരു സെക്ഷൻ ചൂസ് ചെയ്തു, നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ അവിടെ കൊണ്ട് കഴിഞ്ഞു. ശരിക്കും നമ്മൾ അടുത്ത് ചെയ്യേണ്ട എന്താണ്? ചെക്കാണ്. ഈ നമ്മൾ ചൂസ് ചെയ്ത സെക്ഷന് ഇത്രയും ലോഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. സോ നമുക്ക് എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കണം. കാരണം FCD ചൂസ് ചെയ്യണമെങ്കിൽ KL/R കിട്ടണം, FY കിട്ടണം, yield സ്ട്രെസ്സും കിട്ടണം അല്ലെ. പിന്നെ അറ്റ് ബോത്ത് എൻഡ്സ് K equal to 1, KL/R will be equal to 5000 divided by 51.1, that is 97.85. അപ്പോൾ along ZZ ആക്സിസ് നമ്മൾ പറഞ്ഞു ബക്ലിംഗ് ഗ്ലാസ് A ആണ്. അപ്പൊ ടേബിൾ 9A എടുത്തു കഴിഞ്ഞാൽ 9A നമ്മൾ FY 250 KL/R 97.85 കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCDയുടെ വാല്യൂ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അവിടെ 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 149 ഉം 100ന് കറസ്പോണ്ടിങ് ആയിട്ട് 132 ആണ്. നിങ്ങൾ ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് 97.85ന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് FCD ആസ് 135.65. ഓക്കെ, 135.65. ഇനി നിങ്ങൾക്ക് ഇന്റർപോളേഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഗസ് ചൂസ് ചെയ്യാം. അപ്പൊ 190, 95ന്റെ ഒക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഒരു എക്സാക്ട് സെന്ററിലുള്ള വാല്യൂ ആയിരിക്കും. അപ്പൊ സെന്ററിൽ കുറച്ചുകൂടി കുറവുള്ള വാല്യൂ ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യും. അങ്ങനെയും ചൂസ് ചെയ്യാം. ബെറ്റർ ഇന്റർപോളേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അലോങ് YY ആക്സിസ് ബക്ലിംഗ് ഗ്ലാസ് B ആണ് നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടി. അപ്പൊ ബക്ലിംഗ് ഗ്ലാസ് B എന്ന് പറയുമ്പോൾ ടേബിൾ 9B അല്ലെ. 9Bന്ന് നമ്മൾ KL/R 97.85നും റേഡിയസ് ഓഫ് ഗൈറേഷൻ 97.85 FY 250ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 9B ന്ന് നമ്മൾ FCDയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. We will get FCD equal to 121.44 Newton/mm². ഓക്കെ, ഇനി നമുക്ക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വിൽ ബി ഈക്വൽ ടു FCD ഇൻറ്റു ഏരിയ എഫക്റ്റീവ് സെക്ഷൻ ഏരിയ അല്ലെ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഏത് ഡയറക്ഷനിലോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണ്.
നമുക്ക് ഇതിൽ എഫ് സി ഡിയുടെ മിനിമം വാല്യൂ ചൂസ് ചെയ്തിട്ട് അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ആക്ച്വലി മിനിമം വാല്യൂ ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ ഏതാണ് ചെറുത് അതാണ് എന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 121.44 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും ചെറുത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വിത്ത് റെസ്പെക്ട് ടു വർക്കിംഗ് ക്ലാസ് എ വിൽ ബി 14334 into 135.65, ദാറ്റ് ഈസ് 1944.407 അല്ലെ. അതായത് 1944 കിലോമീറ്റർ ആണ് വരിക. നമ്മുടെ ഫാക്ടറി ലോഡ് എന്ന് പറയുന്നത് 1350 ആണ്. സോ വി ആർ സേഫ് അല്ലെ. 1944 ഉണ്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അലോങ് ബക്ലിംഗ് ക്ലാസ് എ ആണെങ്കിൽ, സോ നമ്മുടെ ഫാക്ടറി ലോഡിനേക്കാളും കൂടുതലാണ്. ഇനി ബക്ലിംഗ് ക്ലാസ് ബിന്റെ കേസിൽ വരുമ്പോൾ എ ഇൻറ്റു എഫ് സി ഡി നമുക്ക് കിട്ടി 121.44. സോ 14334 into 121.44 will be equal to 1740.72 kilonewton. That is factored ലോഡിനേക്കാളും അതും കൂടുതലാണ്. സോ വി ആർ സേഫ്. ഫാക്ടറി ലോഡ് 1350 കിലോന്യൂട്ടൺ ആണ്, അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദിസ് ഐ സെക്ഷൻ ഈസ് 1740.72, ലീസ്റ്റ് ഓഫ് ദ ടു അല്ലേ. അതാണ് ഇതിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. അത് നമ്മുടെ ഫാക്ടറി ലോഡിനേക്കാളും കൂടുതലായതുകൊണ്ട് വി ആർ safe with our design. So hence provide ISWB 550 at 1125 Newton per meter for this particular load and this particular condition. Okay. ഇതാണ് ഡിസൈൻ ഓഫ് ഐ സെക്ഷൻ. ഇനി ഒരു ബിൽറ്റപ്പ് സെക്ഷന്റെ ഡിസൈൻ എങ്ങനെ നോക്കാം. ബിൽറ്റപ്പ് സെക്ഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞു എഫ് സി ഡിയുടെ വാല്യൂ ചൂസ് ചെയ്യുന്നത് 200 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ബിൽറ്റപ്പ് സെക്ഷൻ എങ്ങനെ ചൂസ്, ഇതിന്റെ ഒരു കേസ് എപ്പോഴാ വരാൻ ഞാൻ പറഞ്ഞു. നമുക്കൊരു ലോഡ് തന്നിട്ടുണ്ട്, ഹെവി ലോഡാണ്. ആ ലോഡ് താങ്ങാൻ വേണ്ടി നമ്മൾ എഫക്റ്റീവ് സെക്ഷനിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഏരിയ വന്നു കഴിഞ്ഞു. നമ്മളെ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഐ സെക്ഷൻ അല്ലെങ്കിൽ ഏതോ സെക്ഷൻ അതിന്റെ മാക്സിമം ഏരിയയിനേക്കാളും കടന്നു പോകുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും മെമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ബിൽറ്റപ്പ് സെക്ഷൻ ഉണ്ടാക്കേണ്ടി വരും. അതാണ് നമ്മൾ കേസ് വരിക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഐ സെക്ഷൻ വിത്ത് കവർ പ്ലേറ്റ് ആണ് നമ്മൾ ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. പിന്നെ പൊതുവെ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാം. ഈ ടോപ്പിക് ഡിസൈൻ ഓഫ് കംപ്രഷൻ ആൻഡ് ടെൻഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങളെ നിങ്ങളുടെ ആസ് പെർ സിലബസ് ഉള്ളൂ. മാത്രമല്ല സിലബസിൽ അങ്ങനെ വ്യക്തമായിട്ട് ഇന്നതെന്ന് പറഞ്ഞിട്ടില്ല. ജനറൽ ആയിട്ട് അങ്ങോട്ട് കുറെ പോയിന്റ് പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് എൻഡ് വരെയും ചോദിക്കാം ആക്ച്വലി പറയുകയാണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് വരുന്ന റൂട്ടിലൂടെയാണ് ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ. കാരണം ഈ ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പർ എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ ഓരോ പാർട്ടും നമ്മൾ അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഓക്കെ, അതേപോലെ കംപ്രഷൻ മെമ്പർ അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ ബിൽറ്റപ്പ് സെക്ഷനും ഹെവി ആയിട്ടുള്ള കോളംസ് ഒക്കെ ഇത് ചെയ്യാറുണ്ട് ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പോ ആ രീതിയിൽ ഇതിനെ പഠിക്കുക. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്യാന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, a column 4 meter long has to support a factored load of 6000 kilonewton. Factored ആണ്. The column is effectively held at both ends and restrained in rotation at one of the end. നമ്മുടെ സപ്പോർട്ട് കണ്ടീഷൻ കുറച്ച് ഒരു വെറൈറ്റി കണ്ടീഷൻ ആണ്. ഡിസൈൻ ദ കോളം യൂസിങ് ഐ സെക്ഷൻ വിത്ത് കവർ പ്ലേറ്റ്സ് വെച്ചിട്ടാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കവർ പ്ലേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, a column 4 meter long has to support a factored load of 6000 kilonewton. 6000 kilonewton ആണ് നമുക്ക് താങ്ങേണ്ടത്. ഓക്കെ, അപ്പോ സപ്പോർട്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് the column is effectively held at both ends. രണ്ട് എൻഡിലും effectively held, അതായത് ട്രാൻസ്ലേഷൻ രണ്ട് എൻഡിലും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. and restrained in rotation at one of the end. റൊട്ടേഷൻ റീസ്ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒരു എൻഡിലാണ്. അപ്പോൾ അടുത്ത എൻഡിൽ റൊട്ടേഷൻ ഫ്രീ ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടുത്തെ കണ്ടീഷൻ എന്താ, രണ്ട് എൻഡിലും ട്രാൻസ്ലേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീ അല്ല. രണ്ട് എൻഡിൽ ഒരു എൻഡിൽ റൊട്ടേഷനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ അപ്പൊ എന്താണ്, അപ്പൊ ഒരു എൻഡിൽ എടുക്കുമ്പോൾ ട്രാൻസ്ലേഷനും റൊട്ടേഷനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ ട്രാൻസ്ലേഷൻ അറസ്റ്റ് ചെയ്തിട്ട് റൊട്ടേഷൻ ഫ്രീ ആണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ IS 800 പേജ് 45 നാലാമത്തെ കേസായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് കേസ്. അപ്പൊ കെന്റെ വാല്യൂ ഇവിടെ 1.2 ആണ് വരിക. ശ്രദ്ധിക്കണം. അപ്പോ കൃത്യമായിട്ട് എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കണം.
അത് നമ്മൾ ആസ് യൂഷ്വൽ ഫാക്ടറി ലോഡ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഫാക്ടറി ലോഡാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിക്കരുത്. ഓക്കെ, ബിൽറ്റ് അപ്പ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അസ്യൂം FCD 200 ന്യൂട്ടൺ പെർ mm square. Effective section area required will be BD by FCD. That will be equal to 6000 into ന്യൂട്ടണിലോട്ട് മാറ്റിയതാണ് into 10⁻³ divided by 200. That is 30,000 mm square. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വലിയ ഒരു ഏരിയ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും 30,000 mm square എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 300 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരണം. അത്ര വലിയൊരു ഏരിയ ഉള്ള ഐ സെക്ഷൻസ് നമ്മളെ സ്റ്റീൽ ടേബിളിൽ കാണാൻ പറ്റില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ബിൽറ്റപ്പ് സെക്ഷനിലോട്ട് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ, ഇത് എത്ര ഏരിയ നമ്മൾ ഐ സെക്ഷൻ കൊടുക്കണം, അതിന്റെ മുകളിലുള്ള ഏരിയ കവർ പ്ലേറ്റിന് എത്ര കൊടുക്കണം എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ ഏരിയ നമ്മൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഐ സെക്ഷന്റെ മുകളിൽ 2 കവർ പ്ലേറ്റും ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ഏരിയ പ്ലസ് ഈ 2 കവർ പ്ലേറ്റിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, അത് ഐ സെക്ഷന്റെ ഒരു സൈഡിൽ മാത്രം കവർ പ്ലേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 2 സൈഡിലും കവർ പ്ലേറ്റ് കൊടുക്കാം. 2 സൈഡിലും കവർ പ്ലേറ്റ് കൊടുത്ത് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ഈസിയർ. കാരണം നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയർ ആകുന്നത് 2 സൈഡിലും കവർ പ്ലേറ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ effective section area will be equal to area of I section plus area of plates അല്ലേ. അപ്പോ നമ്മൾ ഇവിടെ എങ്ങനെ ചൂസ് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഐ സെക്ഷൻ ചൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പൊ 30,000 ആകുമ്പോൾ അതിന്റെ പകുതിയോളമൊക്കെ വരുന്ന ഒരു ഏരിയ ഉള്ള ഐ സെക്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏറ്റവും മാക്സിമം ഏരിയ എത്രയാണ് വരുന്നത് സ്റ്റീൽ ടേബിൾ, അത് ചൂസ് ചെയ്യാം. നമ്മുടെ ചോയ്സ് ആണ്. ബെറ്റർ ടു ചൂസ് ഒരു പകുതി ഉള്ള ഒരു ഏരിയ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് കവർ പ്ലേറ്റിന് ഒരു മിനിമം തിക്നെസ്സും കൊടുക്കേണ്ടി വരും. ഒരു കവർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ സാധാ സ്റ്റീൽ പ്ലേറ്റ് ആണ്, അതിന് 10 mm എങ്കിലും തിക്നെസ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അത് വലിയ ഏരിയ ഐ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കവർ പ്ലേറ്റിന്റെ ഏരിയ വളരെ ചെറുതായി പോകും. മാത്രമല്ല, ഒരു നോർമലി ഒരു കവർ പ്ലേറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഐ സെക്ഷന്റെ ഫ്ലാഞ്ചിന്റെ വിഡ്ത്തിനേക്കാളും കൂടുതലല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് വല്ലാണ്ട് ഐ സെക്ഷൻ ഏരിയ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ISWB 550 at 125 ന്യൂട്ടൺ പെർ മീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 1 മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ISWB 550 ചൂസ് ചെയ്തു. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14334 അല്ലെ. ഇവിടെ അപ്പൊ നമുക്ക് ഇനി ഏരിയ ഓഫ് കവർ പ്ലേറ്റ് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ നമുക്ക് വേണ്ട ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് ഐ സെക്ഷൻ കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ഐ സെക്ഷൻ കുറക്കുമ്പോൾ 15,666 mm സ്ക്വയർ വരും ഏരിയ ഓഫ് കവർ പ്ലേറ്റ്. നമ്മളിവിടെ ഐ സെക്ഷന്റെ മുകളിലും താഴെയും കവർ പ്ലേറ്റ് കൊടുക്കണം. ഓക്കെ, സോ since we are providing 2 plates, area of 1 plate will be 15,666 by 2. That will be equal to 7833 mm square. Okay, ഇവിടെയും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു കവർ പ്ലേറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 7833 വരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ 30,000 mm സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് റിക്വയർഡ് ആണ്, നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് അത് ഇവിടെ കവർ പ്ലേറ്റിന്റെ ഏരിയയിൽ കൂട്ടി കൊടുക്കാം. ഐ സെക്ഷന്റെ ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തു, കവർ പ്ലേറ്റിന്റെ ഏരിയ കുറച്ച് കൂട്ടി കൊടുക്കണം. അതായത് 7833 എന്നുള്ളത് നമുക്കൊരു 10,000 എത്തിക്കാം. ഓക്കെ, so provide plate of size 500 by 20 mm on each flange. 500 by 20 എന്ന് പറയുമ്പോൾ 10,000 mm സ്ക്വയർ ആയി. രണ്ട് സൈഡിലും 10,000, പിന്നെ നടുക്ക് 14,334. സോ മൊത്തം 34,334 mm സ്ക്വയർ വരും. 30,000 mm സ്ക്വയർ ആയിരുന്നു നമുക്ക് ആവശ്യമുണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ബിൽറ്റ് അപ്പ് സെക്ഷൻ. ISWB 550 ആണ് നമ്മൾ ചൂസ് ചെയ്ത ഐ സെക്ഷൻ. ഓക്കെ, അതിന്റെ നമ്മൾ മുകളിലും താഴെ 2 കവർ പ്ലേറ്റ് കൊടുത്തു. അപ്പൊ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളെ ഡിസൈൻ ചെയ്തു, നമ്മളൊരു സെക്ഷൻ ചൂസ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ
total area provided equal to 14,334 plus 2 into 520, that is 34,334 mm square. Okay, 4330. ഈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടണം, KL/R കിട്ടണം അല്ലേ, എന്നിട്ട് FCD കണ്ടുപിടിക്കണം. FCD ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടും. അപ്പൊ അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ കോളം ഈസ് 4 മീറ്റർ. എഫക്റ്റീവ് ഞാൻ പറഞ്ഞു സപ്പോർട്ട് കണ്ടീഷൻ. അപ്പൊ K ന്റെ വാല്യൂ 1.2 ആണ്. ഇതൊരു ബിൽറ്റപ്പ് മെമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബിൽറ്റപ്പ് മെമ്പറും ബക്ലിംഗ് ക്ലാസ് സിയിലാണ് ബിലോങ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി H/BF തുടങ്ങിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്കിനി ആവശ്യം മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു ബിൽറ്റപ്പ് മെമ്പർ ആണ്. നമുക്ക് മിനിമം ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ RX6 RYY ഒക്കെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് സെക്ഷൻ ആകുമ്പോൾ ഇത് ഒരു ബിൽറ്റപ്പ് മെമ്പർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, നമ്മളിത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ രണ്ട് ഡയറക്ഷനിലും AX6 ആൻഡ് IYYയിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് I/ഏരിയ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ISWB 550 at 1125 Newton per meter square. Newton per meter. Area of cross section will be 14,334 mm square. Depth of section H equal to 550 mm. IXX അത് ഈ ISWBന്റെ IXX ആണ്, നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുത്തതാണ്. 74906.1 into 10 to 4 mm raised to 4. IYY 3740.6 into 10 to 4 mm raised to 4. Moment of inertia of built up section along XX axis is എങ്ങനെ കണ്ടുപിടിക്കുക, XS ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതാണ്, സെയിം പ്രോബ്ലം തന്നെ ചെയ്തതാണ്. നമ്മൾ എന്ത് ചെയ്യണം, X ആക്സിന്റെ നമ്മൾ I സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഈ പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. I സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. XS ആക്സിൽ നമുക്ക് ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡും ഈ I സെക്ഷന്റെ സെൻട്രോയിഡും ഒരേ ലൈൻ ആയിരിക്കും അല്ലെ, നമ്മൾ സിമെട്രിക്കൽ ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു കാർപ്പറേറ്റിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ ദ സ്ക്വയർ. ഓക്കെ, സോ IXS ഓഫ് ISWB 550 പ്ലസ് 2 ഇൻറ്റു കൊടുക്കാൻ കാരണം രണ്ട് സൈഡിലും കാർപ്പറേറ്റ് ഉണ്ട്. 500 into 20^12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് XX ആക്സിസ് അല്ലെ, അതിന്റെ സെൻട്രോയിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 500 into 20³ പ്ലസ് ഏരിയ 500 into 20 into ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രോയിഡിൽ നിന്നും ടോട്ടൽ ഇതിന്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ടോട്ടൽ ഇത് 550ന്റെ പകുതി, അതായത് 275 ആണ് ഇവിടുന്ന് ഇവിടം വരെ, പിന്നെ ഇതിന്റെ സെൻട്രോയിഡൊക്കെ 10, അപ്പൊ 275 plus 10 the whole square, that will be equal to, അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you will get IXX as this വലിയൊരു വാല്യൂ ആണ് കിട്ടുക, 237422766.67 mm raised to 4 എന്ന് പറഞ്ഞ വലിയ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് IYY ചെയ്യണം അല്ലെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ബിൽറ്റ് അപ്പ് സെക്ഷൻ അലോങ് YY ആക്സിസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡും ഇതിലൂടെ തന്നെയാണ് പാസ് ചെയ്യുക, ഈ I സെക്ഷന്റെതും Y ഡയറക്ഷനിലുള്ള സെൻട്രോയിഡ് അല്ലെ, I സെക്ഷന്റെതും നമ്മുടെ കോർപ്പറേറ്റിൻ്റെതൊക്കെ അതിലൂടെയാണ് പാസ് ചെയ്യുക, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ IYY ഓഫ് ISWB 550 പ്ലസ് 2 into 20 into 500^12 അല്ലെ, 500³ ആവാൻ കാരണം നമ്മൾ ആക്സിസ് മാറി. Okay, that will be equal to 45407266.67 mm. ഇതിലെ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉണ്ടാവും. ഇതിലെ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ആദ്യത്തെ IXX എന്ന് പറയുന്നത് 10 ഡിജിറ്റ് ആണ്, ഇതൊരു 9 ഡിജിറ്റ് ആണ്, സോ ഇതായിരിക്കും ചെറുത്, IYY will be smaller. I minimum is 45407266.67. So least radius of gyration R minimum equal to root of I minimum divided by ഏരിയ. ഏരിയ ഈസ് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സെയിം തന്നെ. സോ I minimum will by area, that is 115 mm, 115 mm ആണ് നമുക്ക് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് KL/R കണ്ടുപിടിക്കണം, എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ KL/R equal to 1.2 into 4000 divided by 115, that is 41.74. For buckling class C, table 9C അല്ലേ,
KL/R 41.74 FI 250 കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് FCD വിൽ ബി ഗെറ്റ് ആസ് 195.39. സെയിം സ്റ്റെപ്പുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞു പോകണം. 195.39 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക അല്ലെ. ബിൽറ്റ് അപ്പ് സെക്ഷൻ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഏരിയ ഇൻറ്റു FCD, ദാറ്റ് ഈസ് 14334 പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 500. അതായത് ടോട്ടൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഐ സെക്ഷന്റെ ഏരിയ പ്ലസ് കാർബോപ്ലേറ്റിന്റെ ഏരിയ ഇത്രേ ഉള്ളൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6708520.26 ന്യൂട്ടൺ. ദാറ്റ് ഈസ് 6708.52 കിലോ ന്യൂട്ടൺ ആണ് ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. നമ്മുടെ ഫാക്ടറി ലോഡ് എന്ന് പറയുന്നത് 6000 കിലോ ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സേഫ് ആണ്. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പം ഇത് ഇത്രയൊക്കെ വലിയ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ടും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമ്മുടെ ഫാക്ടറി ലോഡിനേക്കാളും കുറച്ചേ കൂടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ 30,000 mm² ആണ് നമുക്ക് കിട്ടേണ്ട ഏരിയ. അത് ഒരു 31,000 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഫെയിൽ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടി നമ്മൾ സെയിം സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ബെറ്റർ കുറച്ച് ഏരിയ അധികം നമ്മൾ ചൂസ് ചെയ്യും. എത്ര നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യാസം പറഞ്ഞുതരാം. ഒരു ഡിസൈനർ ആണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്നിട്ടുള്ള ലോഡിൽ ഏറ്റവും മിനിമം ക്രോസ് സെക്ഷൻ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും മിനിമം ക്രോസ് സെക്ഷൻ. അപ്പോഴേ കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ. കാരണം ആവശ്യമില്ലാതെ കുറെ വലിയ ഏരിയ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് സ്റ്റെപ്പുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് അധികം ഏരിയ കൊടുത്തെന്ന് കരുതിയിട്ടും എന്തില്ല, പ്രശ്നം വരില്ല. നിങ്ങൾ സേഫ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് സേഫ് അല്ല, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഫാക്ടറി ലോഡിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ വീണ്ടും റീഡിസൈൻ ചെയ്യാൻ പോകണം. നമ്മൾ വീണ്ടും ഒരു ഹയർ, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക, ഇത് കാർബോപ്ലേറ്റിന്റെ ഏരിയയിൽ ഇപ്പോൾ കൂട്ടി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഐ സെക്ഷന്റെ ഏരിയ കൂട്ടി കൊടുക്കേണ്ടി വരും. എന്നിട്ട് വീണ്ടും നമ്മൾ സെയിം സ്റ്റെപ്പുകൾ ചെയ്യണം. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ സേഫ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊരു സെക്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പിൻ പോയിന്റിൽ ഇട്ട് കളിക്കാതിരിക്കുക. നമുക്ക് കിട്ടുന്ന ഏരിയനെ കുറച്ച് അധികം എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ചില നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് എങ്ങനെ എത്രത്തോളം ഏരിയ പ്രൊവൈഡ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യത്തെ കേസിൽ ആ ആംഗിൾ സെക്ഷൻ ചെയ്തപ്പോൾ കറക്റ്റ് ആ ഒരു ഏരിയ തന്നെ കൊടുത്തത്. കാരണം അവിടെ ലോഡും കുറവാണ്, മാത്രമല്ല ആംഗിൾ സെക്ഷൻ ആണ്, അവിടെ ലോഡ് വളരെ കുറവാണ്, ലെങ്ത്തും കുറവാണ്. ഓക്കെ, ലെങ്ത് കുറയുന്നതിനനുസരിച്ച് KL/R വാല്യൂ കുറയും. നിങ്ങൾ ആ ടേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, KL/R കൂടുന്തോറും FCD വാല്യൂ കുറയാണ് ചെയ്യുക. ഓക്കെ, സ്ലണ്ടർ ആവുന്നതോറും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയും. സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം ഇത് സ്ലണ്ടർ ആകുന്നതോറും ഇതിന്റെ ബക്ലിംഗ് ബിഹേവിയർ കൂടും. ബക്ലിംഗ് ബിഹേവിയർ കൂടുന്തോറും അതിന്റെ കപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉള്ളത്. ഓക്കെ, നിങ്ങളെ ഓൾമോസ്റ്റ് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സെക്കൻഡ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. ഇനി ചെറിയ രണ്ട് പോർഷനും കൂടെ ഉണ്ട്. ചെറിയ രണ്ട് പോർഷൻ ആണെങ്കിൽ സ്ഥിരമായിട്ട് എക്സാമിന് പാർട്ട് ബിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലേസിംഗ് ആൻഡ് പാറ്റേൺസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലേസിംഗും പാറ്റേണും? നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നതിന് മുന്നേ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ബിൽറ്റപ്പ് സെക്ഷൻ പറഞ്ഞു അല്ലെ, രണ്ട് കവർ പ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന സെക്ഷൻസ് പറഞ്ഞു. അല്ലാത്ത ബിൽറ്റപ്പ് സെക്ഷൻ ആണ് ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ച പോലെ. ഇവിടെ രണ്ട് ഇത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ്, ഒരു കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ്. രണ്ട് ചാനൽ സെക്ഷൻസ് ഉണ്ട് അല്ലെ. രണ്ട് ചാനൽ സെക്ഷൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഫേസ് ടു ഫേസ് കണക്ഷൻ എന്ന് അതിന് പറയാം. രണ്ട് ചാനൽ സെക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക്, ഫേസ് ടു ഫേസ്. ഓക്കെ, എനിവേ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കോൾ ഉണ്ടാക്കിയേക്കാണ്. ഇതൊരു ആസച്ച് ഒരു കോളാണ്, ഒരു ബിൽറ്റപ്പ് മെമ്പറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഐ സെക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 4 ആംഗിൾ സെക്ഷൻ കോർണറിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഇത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഹെവിയർ ആയിട്ട് ലോഡ് എടുക്കാൻ, അതായത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ഇതിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടും? നമ്മൾ ലേസിംഗ് ആൻഡ് പാറ്റേണിലേക്ക് വരാം. അതിന് മുന്നേ ഈ ബിൽറ്റപ്പ് സെക്ഷന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എങ്ങനെ ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടും? അതായത് നമുക്കറിയാം സ്ലണ്ടർനെസ് റേഷ്യോ, എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ, അതായത് KL/R മിനിമം കൂടിക്കഴിഞ്ഞാൽ FCD വാല്യൂ കുറയും, ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് കുറയും, സ്വാഭാവികമായിട്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും കുറയും. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്?
KL/R വാല്യൂ കുറക്കണം. മാക്സിമം എന്ത് ചെയ്യണം? സ്ലണ്ടർനെസ് റേഷ്യോ കുറക്കണം. KL/R മിനിമം എന്നുള്ള ഫാക്ടർ കുറയണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോ ലെങ്ത് ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കൊരു പെർട്ടിക്കുലർ ലെങ്ത് വേണം, ഇത്ര ഹെവിയർ ആയിട്ടുള്ള ലെങ്ത് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അതിനാണ് ഇത്തരം സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇത്തരം സെക്ഷന് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഏറ്റവും ദൂരത്തേക്കുള്ള ഇതായിരിക്കും ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതായത് ഇതിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഈ ഒരു മെമ്പറാണ്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ലെങ്ത് അല്ലെങ്കിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഇതിന്റെ ആക്സിസിൽ നിന്നും നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതിലെ സെക്ഷൻസിനെ കുറച്ച് ദൂരെ നിർത്തുക. ദൂരെ നിർത്തുമ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടും. റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് KL/R വാല്യൂ കുറയും. KL/R വാല്യൂ കുറഞ്ഞാൽ FCDയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ടേബിൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഓക്കെ, അതായത് മാക്സിമം ഈ സാധനം ബക്കിൾ ചെയ്യുന്നതിനനുസരിച്ച് ബക്കിളിംഗ് ടെൻഡൻസി കൂടുകയാണ്. സ്ലണ്ടർനെസ് റേഷ്യോ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ബക്കിളിംഗ് ടെൻഡൻസി കൂടണം. ബക്കിളിംഗ് ടെൻഡൻസി കൂടി കഴിഞ്ഞാൽ അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയും, ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുക ചെയ്യണം. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നമുക്കൊരു ബിൽറ്റപ്പ് സെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇവയെ തമ്മിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ട് ആംഗിൾ സെക്ഷൻ വെച്ചുകൊണ്ട് കാര്യമില്ല, ഇത് കണക്ട് ചെയ്യണം അവ തമ്മിൽ അല്ലെ. ഇത്തരത്തിൽ ഇവയെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് ആണ് ലേസിംഗ് ആൻഡ് ബാറ്റൺസ്. ഓക്കെ, ഇത്തരത്തിൽ ഒരു ബിൽറ്റപ്പ് സെക്ഷന്റെ മെമ്പേഴ്സിനെ, മേജർ ആയിട്ടുള്ള മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ലേസിംഗ് ആൻഡ് ബാറ്റൺ. ഈ ലേസിംഗും ബാറ്റണും ഒന്നില്ലെങ്കിൽ പ്ലേറ്റുകളാവും. കോമൺലി അവ പ്ലേറ്റുകളാണ് ഉണ്ടാവുക. ഇപ്പൊ ഈ പിക്ചറിൽ കണ്ടാൽ അറിയാം, ഇവിടെ ഒരു കോളാണ്, ഇതൊരു ആംഗിൾ സെക്ഷൻ ആയിരിക്കും, സ്വാഭാവികമായിട്ട് ഇതൊരു ആംഗിൾ സെക്ഷൻ ആയിരിക്കണം. ഇവിടെ ശരിക്കും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്ലേറ്റും ആയിരിക്കാം. ഓക്കെ, ഈ ആംഗിൾ സെക്ഷനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ പ്ലേറ്റുകളാവാം, ഒരു ആംഗിൾ സെക്ഷൻ ആവാം, ചാനൽ സെക്ഷൻ ആവാം, ഐ സെക്ഷൻ ആവാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പ്ലേറ്റുകളാണ്. ഓക്കെ, അത്തരത്തിൽ ഈ ഒരു ബിൽറ്റ് മെമ്പേഴ്സ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് ആണ് ലേസിംഗ് ആൻഡ് ബാറ്റൺസ്. ഓക്കെ, ലേസിംഗ് ആൻഡ് ബാറ്റണിന്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇതിന്റെ ഡിസൈൻ ഒക്കെ ആക്ച്വലി ഉണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ആസ് പെർ സിലബസ് ഇല്ല. കുറച്ച് ഇത് വലിയൊരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ ലേസിംഗും ബാറ്റണും തമ്മിലുള്ള വ്യത്യാസം? ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ക്രോസ് അറേഞ്ച്മെന്റിൽ വെക്കുന്നതിനെയാണ് ലേസിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പിക്ചർ. ഓക്കെ, അതായത് ഇതിന്റെ ഒരു എലിവേഷൻ ആണ്, ഇതൊരു മെമ്പർ ആണ്, ഇതൊരു മെമ്പർ ആണ്, മേ ബി ഒരു ആംഗിൾ സെക്ഷൻ ഇതിന് അങ്ങോട്ടും ഉണ്ടാവും, ഉള്ളിലോട്ടും ഉണ്ടാവും. ഓക്കെ, ഇതിനെ ഇങ്ങനെ ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെക്കുന്നതിനെയാണ് ലേസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഹൊറിസോണൽ പൊസിഷനിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് ബാറ്റൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇവിടെ ഈ ബാറ്റൺസ് ഒക്കെ കോമൺലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലേറ്റുകൾ തന്നെയാണ്. നമ്മുടെ വിഡ്ത്ത് കുറഞ്ഞ സ്റ്റീൽ പ്ലേറ്റുകൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലേസിംഗ് ബാറ്റണിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് ലേസിംഗ് ആണ്. ഓക്കെ, ഇതിന്റെ അറേഞ്ച്മെന്റിന്റെ പ്രത്യേകത കൊണ്ട് ലേസിംഗ് ആണ് ഏറ്റവും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ. ഈ ലൈസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടവറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ടവറിന്റെ മെമ്പർ വലിയ സ്റ്റീൽ ടവറുകൾ അല്ലെ, അതിന് 4 കോർണർ, അത്രയാണോ കോർണർ, അല്ലെങ്കിൽ 4 കോർണറിൽ മേജർ ആയിട്ടുള്ള ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ടാവും, വലിയ ഹെവി ആയിട്ടുള്ള. ഈ ആംഗിൾ സെക്ഷനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറെ ആംഗിൾ സെക്ഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുക. കാരണം ആംഗിൾ സെക്ഷൻ ആണ് കുറച്ചുകൂടി എഫക്റ്റീവ് പ്ലേറ്റിന്. ഓക്കെ, പക്ഷേ നമ്മൾ ചെറിയ സെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്ലേറ്റുകളാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലേസിംഗ് ആൻഡ് ബാറ്റൺ എന്തൊക്കെ നോക്കാം. ടു അച്ചീവ് മാക്സിമം വാല്യൂ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ ഏരിയ ഓഫ് ദ സെക്ഷൻ അല്ലെ. അതായത് നമുക്കിപ്പോ വലിയ ഒരു ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടണം, എന്നാലോ ഏരിയ ഇൻക്രീസ് ചെയ്യാനും പറ്റില്ല. ഏരിയ അധികം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്കണോമിക്കലാണ് അല്ലെ. നമ്മളിപ്പോ ഈ ഒരു കോമ്പോസിറ്റ് മെമ്പർ ഇത് മൊത്തം ഉള്ള ഒരു മെമ്പറാണ് കൊടുക്കുന്നതെങ്കിലോ അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻക്രീസ് ചെയ്യാം. ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ടും റേഡിയസ് ഓഫ് ഗൈറേഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസ് ചെയ്തുകൊണ്ടും റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂട്ടാം അല്ലെ. പക്ഷെ ഇവിടെ എന്താ ചെയ്യണത്? ഏരിയ ഇൻക്രീസ് ചെയ്താൽ തന്നെ മൊമെന്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അവേ ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് യൂസിങ് സൂട്ടബിൾ ലാറ്ററൽ സിസ്റ്റം. സൂട്ടബിൾ ആയിട്ടുള്ള ലാറ്ററൽ സിസ്റ്റം, ഈ ലാറ്ററൽ സിസ്റ്റം ആണ് ലേസിംഗും ബാറ്റൺ. ഓക്കെ, they are provided to hold the different components of a built up column and to increase its load carrying capacity. മേജർ ആയിട്ടുള്ളതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്.
മാത്രമല്ല ഇത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി is increased by increasing radius of gyration. നമ്മൾ പറഞ്ഞു കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ലാറ്ററൽ സിസ്റ്റംസ് ആണ് ലേസിങ്ങും ബാറ്റിങ്ങും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ലാറ്ററൽ സിസ്റ്റം ആണ് ലേസിങ്ങും ബാറ്റിങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ലേസിങ് നോക്കാം. ഈ ലേസിങ്ങിനെ കുറിച്ച് നിങ്ങളെ IS കോഡ് പേജ് 49 ഐ തിങ്ക് 49 പറയുന്നുണ്ട്. IS കോഡ് പേജ് 49 48 തൊട്ട് ലേസിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കോഡൽ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കൊടുത്തൊരു ഫിഗർ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, lacing consists of connecting the components of a column by a system of generally flat plates, angles or channels. ഡെഫിനിഷൻ ആയിട്ട് എഴുതിയുള്ളൂ. രണ്ട് ടൈപ്പ് ലേസിംഗ് ആണ് മേജർ ആയിട്ടുള്ളത്, സിംഗിൾ ലേസിങ്ങും ഡബിൾ ലേസിംഗ്. ഓക്കെ, അതിൽ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ഇത് സിംഗിൾ ലേസിംഗ് ആണ്, ഇത് ഡബിൾ ലേസിംഗ് ആണ്. ഓക്കെ, സിംഗിൾ ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതിൽ മാത്രമേ ക്രിസ് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഡബിൾ ലേസിംഗ് എന്ന് പറഞ്ഞാൽ ക്രിസ് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഫിഗർ നിങ്ങളെ ഹൈസ്കൂളിലുണ്ട് ആക്ച്വലി. ഓക്കെ, സിംഗിൾ ലേസിംഗും ഡബിൾ ലേസിംഗും ഇതിന്റെ പ്ലാൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ലെഗിംഗ് സെക്ഷൻ രണ്ട് ചാനൽ സെക്ഷൻ തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ചാനൽ സെക്ഷൻ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചത് ലേസിംഗ് ഓൺ ഫേസ് എ, ലേസിംഗ് ഓൺ ഫേസ് ബി. ഫേസ് എയും ബിയും, ഈ എയിലും ഈ ബിയിലുള്ള ലേസിംഗിന്റെ വ്യൂ ആണ് കാണിച്ചത്. രണ്ട് വ്യൂ കാണിച്ചെന്ന് മാത്രം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഒരു കോളത്തിന്റെ ഒരു സൈഡും മറ്റേ സൈഡും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ. ഓക്കെ ആണോ? ഇതാണ് സിംഗിൾ ലേസിംഗും ഡബിൾ ലേസിംഗ്. ഇനി കുറച്ച് IS കോഡ് പ്രൊവിഷൻസ് ഉണ്ട് ലേസിങ്ങിന്. ഇതിൽ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്, നിങ്ങൾ സിലബസിൽ ഇല്ലെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, IS 800 പേജ് 48 to 50 കംപ്ലീറ്റ് ആയിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ആസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ജസ്റ്റ് അത് കോപ്പി ചെയ്താൽ മതി. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ്. ഓക്കെ, ലേസിംഗ് സിസ്റ്റം ഷാൾ ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ കോളം. അതായത് ഇത് യൂണിഫോം ആയിരിക്കണം, ഒരേ രീതിയിലായിരിക്കണം. ലെങ്ത് ഇപ്പൊ താഴെ തൊട്ട് മേലെ വരെ ഒരേ അറേഞ്ച്മെന്റിൽ പോകണം. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ആ യൂണിഫോമിറ്റി നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് IS കോഡ് പറഞ്ഞത്. ഇനി എന്താണ് അടുത്ത പ്രൊവിഷൻ? ഇൻ സിംഗിൾ ലേസ്ഡ് സിസ്റ്റം on opposite faces of the components being laced together shall preferably be in the same direction so that one is the shadow of the other instead of being mutually opposite in the direction. അതായത് സിംഗിൾ ലേസർ സിസ്റ്റത്തിൽ ഒരു സൈഡിൽ എന്താണ് കൊടുക്കുന്ന അതേ എക്സാക്ട് കോപ്പി ആയിരിക്കണം ബാക്കിൽ. അതായത് ഇപ്പൊ ഒരു സൈഡിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ക്രിസ് ക്രോസ് ആയിട്ട് കൊടുക്കരുത്, ഇതിന്റെ ഷാഡോ തന്നെ ആയിരിക്കണം അപ്പുറത്തും. ഇപ്പൊ ഈ ഒരു ഡയറക്ഷൻ, ഇപ്പൊ ഈ ഒരു ഫേസിൽ, അതായത് BB എന്നുള്ള ഫേസ് A ആണ്, A എന്നുള്ള ഫേസിൽ ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ B എന്നുള്ള ഫേസിലും ആ സെയിം പൊസിഷനിൽ അങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തിരിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കണം, അല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കരുത് എന്നാണ് IS കോഡ് പറയുന്നത്. The effective slenderness ratio shall be taken as 1.05 times the actual slenderness ratio. Actual slenderness ratio മെമ്പറിന്റെ slenderness ratio 1.05 ടൈംസ് കൊടുക്കണം ലേസിംഗ് പ്രൊവൈഡ് ചെയ്ത കോളത്തിൽ. ഓക്കെ, ഇനി ബോൾട്ടഡ് റിവറ്റഡ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ലേസിംഗ് ഒക്കെ എങ്ങനെയാണ് കോളത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ റിവറ്റ് ആവാം, വെൽഡ് ആകാം, ബോൾട്ട് ആവാം. ഓക്കെ, അത് 3 ചോയ്സുകളുണ്ട്. ലേസിംഗ് ആയാലും ബാറ്റൺ ആയാലും ഈ മെയിൻ മെമ്പറിലേക്ക് കണക്ട് ചെയ്യുന്നത് റിവറ്റ് ഓർ ബോൾട്ട് അല്ലെങ്കിൽ വെൽഡ്. In bolted rivet connection, minimum width of lacing bar shall be 3 times the nominal diameter of the end bolt. Minimum width. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡയറക്ഷനിലുള്ളതാണ്. അതായത് ഈ ഒരു ലെങ്ത്, ഇതാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയാം നോർമലി. തിക്നെസ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ തിക്നെസ്. ഇതിനിപ്പോ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഡയറക്ഷനിലാണ് തിക്നെസ്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങോട്ട്. ഓക്കെ, ലെങ്ത് ഓഫ് ലേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ലെങ്ത് എന്ന് പറഞ്ഞത് ഇത്, വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഈ പ്ലേറ്റിന്റെ വിഡ്ത്താണ്. ഓക്കെ, തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്ന ചെറിയ ചെറിയ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ലെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3 ടൈംസ് ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ എൻഡ് ബോൾട്ട്. എൻഡ് ബോൾട്ടിന്റെ നോമിനൽ ഡയമീറ്ററിന്റെ 3 ടൈംസിനേക്കാളും കുറയാൻ പാടില്ല മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞു. വിഡ്ത്ത് ഓക്കെ, അതിനേക്കാളും കുറയാൻ പാടില്ല. തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ് ലേസിംഗ് ബാർ, നമ്മൾ പറഞ്ഞു ലേസിംഗ് ബാറിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ അവിടെ കാണേണ്ട ഫിഗറിന്റെ പെർപെൻഡിക്കുലർ, സ്ക്രീനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ചെറിയ പാർട്ട് അല്ലേ,
ഷാൾ നോട്ട് ബി ലെസ് ദാൻ 140 ഓഫ് ദ എഫക്റ്റീവ് ലെങ്ത്. ലെങ്ത്തിന്റെ ആ ലേസിംഗ് ബാറിന്റെ ലെങ്ത്തിന്റെ 140നേക്കാളും കുറയാൻ പാടില്ല ഫോർ സിംഗിൾ ലേസിംഗ് ആൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 160 ഓഫ് ദ എഫക്റ്റീവ് ലെങ്ത് ഫോർ ഡബിൾ ലേസിംഗ്. ഓക്കെ, ഇതൊക്കെ കോഡിൽ സെന്റൻസ് ആയിട്ട് പറഞ്ഞതാണ്. അത് കുറച്ചുകൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻക്ലിനേഷന്റെ ആംഗിൾ ആണ് പറഞ്ഞത്. Lacing bar shall be inclined at an angle not less than 40 degree nor more than 70 degree to the axis of the Bilton member. Bilton memberന്റെ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ബിൽറ്റ് മെമ്പറിന്റെ ആക്സിസ്. ഈ ആക്സിസുമായിട്ട് ഈ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓക്കെ, ഈ ആംഗിൾ 70 ഡിഗ്രിനേക്കാളും കൂടാനും പാടില്ല, 40 ഡിഗ്രിനേക്കാളും കുറയാനും പാടില്ല. ഇതാണ് ഇതിലെ മേജർ ആയിട്ടുള്ള കുറച്ച് IS കോഡ് പ്രൊവിഷൻസ്. ഇനിയും അതിൽ സ്പേസിംഗ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു പാർട്ട് ബിയിലെ ക്വസ്റ്റൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇനി അതല്ല, ഇൻ കേസ് പാർട്ട് സീറോ ഒന്നും കണ്ടിട്ടില്ല, നിങ്ങളെ സിലബസിലും ഈ പോർഷൻ ഇല്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജസ്റ്റ് ആ പേജിലുള്ള കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാം. അതെല്ലാം അതിനെ കുറിച്ചാണ്. അതിൽ ഡിസൈനും അതിൽ പറയുന്നുണ്ട്. ഡിസൈൻ പോർഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബാറ്റൺസ് എന്താണ്? Battens are placed or any other rolled section used to connect the main components of compression member. അത് തന്നെയാണ്. ഇനി ഇവിടെ ബാറ്റൻസ് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. വെൽഡോ ബോൾട്ടോ റിവറ്റോ ആവാം. ബാറ്റൻസിൽ മേജർ ആയിട്ട് എൻഡ് ബാറ്റൻസും ഇന്റർമീഡിയറ്റ് ബാറ്റൻസും, രണ്ട് ബാറ്റൻസ് ഉണ്ട്. എന്താ എൻഡ് ബാറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ എൻഡിൽ കൊടുക്കുന്നത്, അതായത് ടോപ്പിലോ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടത്തിലോ കൊടുക്കുന്ന ബാറ്റൻസ് ആണ് എൻഡ് ബാറ്റൺ. അതിനിടയ്ക്ക് വരുന്ന എല്ലാം ഇന്റർമീഡിയറ്റ് ബാറ്റൺ. ഓക്കെ, ഈ രണ്ട് ടേമാണ് അതിൽ നോക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ബാറ്റൺസ്. ഇവിടെ ചിത്രത്തിൽ കാണാം. ഇത് IS കോഡിൽ കാണിച്ച ഫിഗർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ അടുത്ത് കാണിച്ചത്. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് കോഡ് പ്രൊവിഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിലൂടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള് തീരുകയാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ മാക്സിമം നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാറ്റൻസിന്റെ കോഡ് പ്രൊവിഷൻസ് നോക്കാം. ബാറ്റൺ പ്ലേസ് ഷുഡ് ബി പ്രൊവൈഡ് സിമെട്രിക്കൽ ആയിട്ട് കൊടുക്കണം, അപ്പുറം. ഓക്കെ, ബാറ്റൺ ഷാൾ ബി പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിട്ട് പ്ലേസ് ചെയ്യണം. നമ്പർ ഓഫ് ബാറ്റൺ ഷുഡ് ബി സച്ച് ദാറ്റ് ദ മെമ്പർ ഈസ് ഡിവൈഡഡ് ഇൻടു നോട്ട് ലെസ് ദാൻ 3 ബേസ്. ഇൻടു എന്നുള്ളത് ഒറ്റ വേർഡാണ്, സോറി. ഡിവൈഡ് ഇൻടു നോട്ട് ലെസ് ദാൻ 3 ബേസ്. അതായത് ഉദ്ദേശം എന്താ? മിനിമം 3 ബേസ് ആണെങ്കിൽ. ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എത്ര ബേ വേണം? ബേ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇങ്ങനത്തെ 3 ബേ വേണം. 3 ബേ വേണമെന്നുണ്ടെങ്കിൽ എത്ര മെമ്പർ വേണ്ടി വരും? മിനിമം 4 മെമ്പർ വേണ്ടി വരും. അതായത് 2 എൻഡ് ബാറ്റേൺസും 2 ഇന്റർമീഡിയറ്റ് ബാറ്റേൺസും വേണ്ടി വരും. അതാണ് IS കോഡ് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ബേസ് 3 ആയിരിക്കണം. മിനിമം ആണ്, അതിൽ കൂടാം. ഓക്കെ, ദ എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ നേരത്തെ പറഞ്ഞു 1.05 ടൈംസ് ആണ് ലൈസിന്റെ കേസിൽ. ബാറ്റൻസിന്റെ കേസിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് 1.1 ടൈംസ് ദ ആക്ച്വൽ സ്ലണ്ടർനെസ് റേഷ്യോ. ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ അടുത്തത് അതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോകാനേ ഉള്ളൂ. ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫ്ലാറ്റ് ബാറ്റൺ ബാർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ. ഇവിടെ ശ്രദ്ധിക്കണം, ബാറ്റന്റെ കേസിൽ ഇതിന്റെ വിഡ്ത്ത് എന്നല്ല പറയാ, ഇതിന്റെ ഡെപ്ത് എന്നാണ് പറയാ. കാരണം ഇത് പക്ക ഹൊറിസോണ്ടൽ മെമ്പർ ആയതുകൊണ്ട് ഇതിന്റെ ഡെപ്ത് എന്നാണ് പറയാ. എഫക്റ്റീവ് ഡെപ്ത്, ഇത് ലെങ്ത്, നമ്മളെ പേജിന് അല്ലെങ്കിൽ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് തിക്നെസ്. ഓക്കെ, ഡെപ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ ഫ്ലാറ്റ് ബാറ്റൺ ബാർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഓഫ് ദ മെയിൻ മെമ്പർ. രണ്ട് മെയിൻ മെമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയിഡ് ഓഫ് ദി മെമ്പർ, അതായത് എൻഡ് ബാറ്റന്റെ കേസ്. ഇനി ഇന്റർമീഡിയറ്റ് ബാറ്റന്റെ കേസിൽ 3/4 ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഓഫ് ദ മെയിൻ മെമ്പർ. എഫക്റ്റീവ് ഡെപ്ത് അതിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, മെയിൻ മെമ്പറിന്റെ സെൻട്രോയിഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, the thickness of the batten shall not be less than 1/50th of the distance between the innermost connecting lines of the rivets എന്ന് കൂടെ ഉണ്ട്. ഓക്കെ, 1 minute. അതായത് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർമോസ്റ്റ് കണക്റ്റിംഗ് ലൈൻസ്. അതായത് ഇപ്പൊ നമ്മൾ റിവറ്റ് ലൈൻ, ഇന്നർമോസ്റ്റ് കണക്റ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു കണക്ഷൻ ലൈനാണ്. ഈ റിവറ്റുകൾ തമ്മിൽ, സോറി ഇതിന്റെ സെൻട്രൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. വരച്ച തെറ്റിപ്പോയത്. ഓക്കെ, ഇത് കണക്റ്റിംഗ് ലൈൻ. ഇവിടെ ഒരു കണക്റ്റിംഗ് ലൈൻ ഉണ്ടാവും അല്ലെ, ഇതുണ്ട്, ഇവിടെ ഉണ്ടാവും. ഇതിന്റെ ഇന്നർമോസ്റ്റ് കണക്റ്റിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ അത് തമ്മിൽ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഉദ്ദേശം. ആ ഡിസ്റ്റൻസിന്റെ 1/50th ടൈമിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല. ഏത്, തിക്നെസ് ഓഫ് ദ ബാറ്റൺ. ഓക്കെ, ഇതാണ് ഇതിന്റെ IS കോഡ് പ്രൊവിഷൻസ് പറയുന്നത്. ഒരു ലൈസിംഗൻ പാറ്റേണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തായാലും ഒരു ഫിഗർ നിർബന്ധം, രണ്ട് ഫിഗറും അത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ ഫിഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കോഡൽ പ്രൊവിഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മളെ സെക്കൻഡ് മൊഡ്യൂള്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഏത് സമയം ചോദിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. ഇതിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇതിൽ എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് ഒരു ഡിസൈനർ ടെൻഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ടെൻഷൻ മെമ്പറിന്റെ ഡിസൈൻ ഒന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ നമുക്ക് ഏതെങ്കിലും ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോബ്ലവും കവർ ചെയ്ത് പോകും. കാരണം ചിലതൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മേജറായിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന സിലബസ് പ്രീവിയസ് പ്രോബ്ലംസ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് തന്നെയാണ് ഇനിയും ചോദിക്കാൻ ചാൻസുകളുള്ളൂ. ഓക്കെ, എനിവേ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളിലോട്ട് കടക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആദ്യം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ കടക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ എന്തെങ്കിലും ക്ലാസ്സുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, എനിവേ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.